ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഹാൻഡ് ബാഗാണ് ചെയ്യുന്നത്. ഒരു ചെറിയ കോയിൻ പൗച്ചും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. നമ്മൾക്ക് 9 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, 15 ഇഞ്ചാണ് വീതി. ഒരു പീസ് തുണിയാണ്. സെൻറ്ററിൽ ഞാൻ ഫോമാണ് വെച്ചിരിക്കുന്നത്. ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് ഫോം പാക്കറ്റിൽ 1 മീറ്റർ കിട്ടും, 40 റുപ്പീസാണ്. ഇല്ലെങ്കിൽ ഇത്തരം കവറ് കട്ട് ചെയ്ത് വെച്ചാലും മതി. ശേഷം 3 കൂടി നമ്മൾ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് ഞാൻ കോർണർ ടു കോർണർ ആണ് ലൈൻ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സിബ്ബ് വെക്കണം. അത് 9 ഇഞ്ചിലാണ്, നമ്മൾ 9 ഇഞ്ചിലാണ് സിബ്ബ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ രണ്ടിലും കൂടി ചേർത്ത് നമുക്ക് സിബ്ബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ച് നീളത്തിൽ 9 ഇഞ്ച് വീതിയിലും. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യുക. ശേഷം കട്ട് ചെയ്ത് മാറ്റിയ ആ പീസും സിബിൻ്റെ മറുവശത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ശേഷം ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കുക. ശേഷം ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ നേർ പകുതി ഒന്ന് മടക്കിയെടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾക്ക് പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഹാഫ് അളവിന് ഒരു സ്ക്വയർ തുണി കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സിബ് വെച്ച വശത്തോട്ട് നമ്മൾക്ക് തയ്ച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 9 ഇഞ്ച് വീതിയാണ്, 7.5 ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ക്ലോത്തിൻ്റെ നേർ പകുതി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലോത്ത് ഉപയോഗിക്കുക. നമുക്ക് പോക്കറ്റിന് വേണ്ടിയിട്ടാണ്. തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തെ വശത്തോട്ട് അങ്ങോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ വശത്തോട്ട് ആ സിബ് നേരത്തെ തയ്ച്ച വശത്തോട്ടിട്ടിട്ട് 4 സൈഡും ഒന്ന് തയ്ക്കുക. അപ്പം നമ്മൾക്ക് ആ തയ്യൽ തുമ്പ് കാണാതിരിക്കും. നമ്മൾ ആ ഫസ്റ്റ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത ഭാഗം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഹാൻഡിലിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതി, 13 ഇഞ്ച് നീളത്തിലാണ്. സെൻറ്ററിൽ 1 ഇഞ്ച് തന്നെ വേണമെന്നില്ല, ഒരു ഫോമാണുള്ളത്. അപ്പോൾ ഫോം തന്നെ വേണമെന്നും നിർബന്ധമില്ല. 4 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ വീതിയിൽ നമുക്ക് വേണ്ടുന്ന നീളത്തിനെടുത്തിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൽ മതി. ഇപ്പോൾ 1 ഇഞ്ച് വീതിയിലാണ്, 13 ഇഞ്ച് നീളത്തിലുമാണ് 2 ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് നമ്മൾക്ക് നമ്മൾ ആ വീതിയുടെ 9 ഇഞ്ചിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് മടക്കുകയാണ്. ഇങ്ങനെ നമ്മൾക്ക് മടക്കുമ്പോൾ ഹാഫ് കറക്റ്റായിട്ട് കിട്ടും. ഹാഫ് മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഹാൻഡിലിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് സ്ട്രാപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സെൻറ്ററായിട്ടിരിക്കണം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 ഭാഗവും 2 സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾക്ക് അവിടെ സിബ് വയ്ക്കണം.
ഇനി നമുക്ക് റണ്ണർ എടുത്തിട്ടാകുമ്പോൾ എളുപ്പമായിരിക്കും. ശേഷം ആ സിബിൻ്റെ നല്ല വശം അരികുവശമാണ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ സിബ് വശം വരും. 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്യുക. സിബിൻ്റെ ആ നല്ല വശം അരികുവശം ചേർത്ത് വെച്ച് ഹാൻഡിൽ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുക 2 സൈഡിലും. ശേഷം ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യണം. ഇങ്ങനെ ഇതേ രീതിയിൽ വെച്ചിട്ട് വേണം. അപ്പോൾ ഹാൻഡിലിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ സൈഡ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് നമുക്ക് റണ്ണർ ഇട്ടിട്ടാണ് നമ്മൾക്ക് സൈഡിലും കൂടി 2 പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റണ്ണറിൻ്റെ സിബിടാൻ വേണ്ടിയിട്ട് ആ വയറ് കുറച്ചൊന്ന് നീട്ടി കൊടുത്തതിന് ശേഷം ആ 2 സൈഡിൽ കൂടി എടുത്ത് ചേർത്ത് ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഇത് റണ്ണർ നീക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ സിബ് ഇട്ട് കഴിഞ്ഞു, റണ്ണർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സൈഡിൽ ഇപ്പം 4 ഇഞ്ച് വീതിയിലും 6.5 ഇഞ്ച് നീളത്തിലുമാണ് 2 പീസ് നമ്മൾ ഇതുപോലെ തന്നെ സെൻറ്ററിൽ സ്പോഞ്ച് വെച്ചതിന് ശേഷം ലൈനിങ് കൂടി കൊടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശേഷം ഇതിൻ്റെ ആ 4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ ഹാഫ് എടുക്കുക 2 ഇഞ്ച്. ആ 2 സൈഡിലുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാൻ വേണ്ടിയാണ്. അപ്പം 4 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ആ 2 സൈഡിലും 2 ഇഞ്ച് വീതം കിട്ടും. ശേഷം ഇതിൻ്റെ ഈ നീളവും കൂടി നോക്കണം. നമുക്ക് ആ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി അധികം വന്നാലും അത് കുറഞ്ഞു വരരുത്. അതനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ലെങ്ത് എടുക്കാൻ, നീളം നോക്കിയെടുക്കാൻ. അപ്പോൾ 4 ഇഞ്ച് വീതി ആകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് അവിടെ ഒരു സൈഡ് കിട്ടും, 2 ഇഞ്ച് അപ്പുറത്തെ സൈഡും കിട്ടും. ആ 2 ഇഞ്ച് നോക്കിയിട്ട് പിന്നെ ലെങ്ത് നമ്മൾ എത്ര എടുക്കുന്നോ അതും കൂടി ഈ തുണി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നോക്കണം. നോക്കിയിട്ട് വേണം എടുക്കാൻ. നമുക്ക് കുറഞ്ഞു വരരുത്. ഇത്തിരി അധികമായാലും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ശേഷം ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്യുക. ഇതാണ് നമ്മൾക്ക് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ മുകൾ വശം ഇത്ര തന്നെ വേണമെന്നില്ല, ചേർത്ത് കുറച്ചുകൂടി വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു. അതും ഇപ്പോൾ ഈ 4 ഇഞ്ച് നമ്മൾ എടുത്ത് അതിൻ്റെ ഹാഫ് അങ്ങനെ 2ഉം കൂടി ഒന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക 2 സൈഡും. ഇപ്പോൾ 2 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അല്പം അരികൊന്ന് ഒന്ന് വിട്ടതിന് ശേഷമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം സിബ് ഇട്ടിട്ടാണ് നമ്മൾ ഈ സൈഡ് പീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റണ്ണർ ഇട്ടിട്ട് ശേഷം നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് താഴ്വശത്തുനിന്ന് മുകളിലോട്ട് അങ്ങനെ പിടിച്ച് സിബിൻ്റെ വശത്തോട് ചേർത്ത് വെച്ച് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ നമുക്ക് കറക്റ്റായിട്ട് വരണം, മുകളിലോട്ട് കുറയാതെ. അതനുസരിച്ച് വേണം അതിൻ്റെ ആ സൈഡ് പീസിൻ്റെ നീളം എടുക്കാൻ. വീതി നമുക്ക് കുറച്ചോ കൂട്ടിയോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വശത്തേക്ക് ആക്കാം ബാഗിനെ. ഒരു കുഞ്ഞു കുട്ടീസ് ബാഗാണ്. ഇപ്പോൾ അതിൽ ഫോൺ വയ്ക്കാൻ നമ്മൾക്ക് അടുത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല സൗകര്യമാണ്. ഫോണ്, പൈസ
ഇപ്പം പിന്നെ മെഡിസിൻ എടുക്കുന്നവർക്ക് അത് സൂക്ഷിക്കാം. അപ്പോൾ കുറച്ച് തുണിയും മതി നമ്മൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ബ്ലൗസ് പീസിൻ്റെ ബാലൻസ് കൊണ്ടാണ് തയ്ച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. കുഞ്ഞു കുട്ടീസ് ബാഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബാഗാണ്. ഇനി നമുക്കതിൻ്റെ ഒരു കോയിൻ പേഴ്സ് കൂടെ തയ്ക്കാൻ 8.5 ഇഞ്ച് നീളം 6.5 ഇഞ്ച് വീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് വീതി 8.5 ഇഞ്ച് നീളം. ഇപ്പോൾ 6 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. ഇതും അതുപോലെ തന്നെ സെൻറ്ററിൽ സ്പോഞ്ച് ലൈനിങ്ങും കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ സിബ് വെച്ചതിന് ശേഷം റണ്ണർ എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ശേഷം ടോപ്പ് സ്റ്റിച്ചും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് റണ്ണർ ഇടണം. ഇപ്പോൾ റണ്ണർ ഇട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ഈസിയാണ് തയ്ക്കാൻ. ഒരു ചെറിയ ഒരു പീസ് തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ സൈഡ് ഒരു 1 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒന്ന് മടക്കിയിട്ട് നമ്മൾക്ക് ഈ സിബിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് ജോയിൻ ചെയ്യണം. ഇപ്പോൾ 1 ഇഞ്ചോ 1/4 കൊടുത്താൽ മതി. ശേഷം 2 സൈഡും അതേ മടക്ക് ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്യണം. ഇവിടെ നമ്മൾ സിബ് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ ഫസ്റ്റ് ഒന്ന് നൂലോടിച്ചതിന് ശേഷം മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ആ സിബ് രണ്ടും കൂടെ ചേർത്ത് അല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പോൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഞാൻ പൈപ്പിങ്ങും കൊടുത്തു. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കി. അപ്പോൾ മുകൾ സൈഡ് മാത്രം ഒന്ന് ഞാനിട്ടൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞാണ്, നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കോയിൻസ് സൂക്ഷിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബാഗിൽ കോയിൻസ് തേടാതെ ഇതിൽ തന്നെ കോയിൻസ് സൂക്ഷിക്കാം. അപ്പം കുറച്ച് തുണി കൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഫോൺ സൂക്ഷിക്കാം പുറത്ത് പോകുമ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് മെഡിസിനോ കോയിൻ ഇതിൽ സൂക്ഷിക്കാം, കുഞ്ഞു പേഴ്സിൽ. ഓക്കെ, താങ്ക് യു.